ഞങ്ങളിന്ന് സൗദി അറേബ്യയുടെ നാഷണൽ ഡേ ആഘോഷിക്കുകയാണ് കേട്ടോ. നമുക്ക് അന്നം തരുന്ന നാടിൻ്റെ ആഘോഷങ്ങളിൽ നമ്മളും പങ്കാളിയാവുകയാണ്. അപ്പോൾ നമ്മൾ സൗദി നാട്ടുകാരിയെ കിട്ടി. ഇപ്പോൾ അതിൻ്റെ കൂടുതൽ കണ്ടില്ലേ, ഫുള്ള് സൗദി ഫ്ലാഗിൻ്റെ ഡ്രസ്സൊക്കെയാണ് ഇട്ടുകൊണ്ട് വന്നിട്ടുള്ള ആള്. അതിസുന്ദരി കുട്ടിയായിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ കോബാറിലാണുള്ളത് കേട്ടോ. എൻ്റെ പിറകിലും ഈ സൈഡിലും എല്ലാം കാണണം കേട്ടോ. മൊത്തത്തിൽ പച്ച കളറാണ്, എല്ലായിടത്തും പച്ച കളർ. ഇന്നിപ്പോൾ ഇവിടെ കരിമരുന്ന് പ്രയോഗമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എന്തായാലും നമുക്കൊരു ഫ്ലാഗും കിട്ടി. ആ ഫ്ലാഗിൻ്റെ ഒരു അടിപൊളി വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇന്ന് നമ്മളപ്പോൾ നാഷണൽ ഡേ ആഘോഷിക്കുകയാണ് കേട്ടോ. സൗദി മൊത്തം ആഘോഷത്തിൻ്റെ രാവുകളിലാണ്. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ആഘോഷ രാവുകളാണ്. ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. ഇന്നാണ് യഥാർത്ഥത്തിൽ നാഷണൽ ഡേ. അപ്പോൾ ഇതിൻ്റെ ആഘോഷങ്ങളുടെ അവസാന ദിവസമാണ് ഇന്ന് ഫയർ വർക്ക്സും ഒക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഇന്ന് സമാപനം കുറിക്കും. നാളെ മുതൽ വീണ്ടും പ്രവൃത്തി ദിവസമാണ് കേട്ടോ. ട്രാവൽ ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ കണ്ടല്ലോ ജനത്തിരക്ക് കണ്ടോ. ഇവിടുത്തെ ജനത്തിരക്ക് നോക്കിക്കോണേ. ഇതിപ്പോൾ റോഡ് ക്രോസ് ചെയ്യുന്ന എന്നുള്ള ജനത്തിരക്കാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ റോഡ് ബ്ലോക്ക് ചെയ്തത് 1 ഇഞ്ച് പോലും വാഹനങ്ങൾ നീങ്ങുന്നില്ല. എല്ലാ വാഹനത്തിലും നാഷണൽ ഡേയുടെ അല്ലെങ്കിൽ നാഷണൽ ഫ്ലാഗ് വെച്ചിട്ട് ജനങ്ങളിങ്ങനെ തെരുവിൽ ആറാടുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ജനത്തിരക്കാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇവിടെ നോക്കിയാൽ വാഹനങ്ങൾക്ക് മേളിൽ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ മേളിലൊക്കെ നോക്കി മൊത്തം പതാകയൊക്കെ സെറ്റ് ചെയ്തിട്ട് ജനങ്ങളിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എങ്ങനെ കണ്ട് വാഹനം ഓടിക്കണം എന്നുള്ളത് അറിയില്ല. രാജാവിൻ്റെ ഫോട്ടോയും അതുപോലെ തന്നെ പതാകകളുമാണ് കേട്ടോ. ഇതൊക്കെ കുട്ടികളുണ്ട് വാഹനത്തിന് മേളിരിക്കുന്നത്. അപകടകരമായ രീതിയിലാണ് വാഹനങ്ങൾ ഓടിക്കുന്നത്. ഇതിപ്പോൾ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഈ MVDക്ക് ലക്ഷക്കണക്കിന് റിയാല് കിട്ടും. അത് കണക്കുള്ള ജനമാണ് വാഹനത്തിൻ്റെ മേളിൽ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ഇവിടെ മൊത്തം ജനത്തിരക്ക. അതുപോലെ പോലീസുണ്ട്, ട്രാഫിക് പോലീസ്. മൊത്തത്തിൽ എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാ വാഹനങ്ങളിലും രാജാക്കന്മാരുടെയും അവരുടെ കുടുംബത്തിൻ്റെയും അമീറന്മാരുടെയൊക്കെ ഫോട്ടോ പതിപ്പിച്ചിട്ടാണ് ജനങ്ങളിങ്ങനെ ആഘോഷിക്കുന്നത് കേട്ടോ. ഭയങ്കര വലിയ ആഘോഷം, ഭയങ്കര വലിയ ആഘോഷം. നമ്മുടെ ഇന്ത്യയിലൊന്നും നാഷണൽ ഡേക്കൊന്നും ഇത്രത്തോളം ആഘോഷമൊന്നും ഉണ്ടാവില്ല. ഇപ്പം ഇവിടെ ഒരു പാർക്കുണ്ട്. ആ പാർക്കിൽ അഭൂതപൂർവമായ തിരക്കായിരിക്കും. ജനങ്ങൾ എന്തോ വലിയ ആഘോഷം. മാത്രം സൗദികൾക്ക് മാത്രമല്ല കേട്ടോ, എല്ലാ ദേശക്കാരും ഈ നാടിൻ്റെ ആഘോഷത്തിൽ പങ്കുചേരുന്നുണ്ട്. നമ്മളും അന്നം തരുന്ന രാജ്യത്തിലെ ആഘോഷത്തിൽ പങ്കെടുക്കുകയാണ് കേട്ടോ. ഈ പ്രാവശ്യം ഒത്തിരി പ്രത്യേകതകളുണ്ട് ഇവിടെ. അതായത് ആഘോഷിക്കുന്ന വിദേശികളെ ഒരു രീതിക്കും ശല്യപ്പെടുത്തരുത് എന്നാണ് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക ആഹ്വാനമുണ്ട്. നേരത്തെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശികളെ ശരിക്കും ബുദ്ധിമുട്ടുകയായിരുന്നു ഈ ആഘോഷങ്ങളിൽ. ഇവിടെ കണ്ടോ, കണ്ടോ പയ്യൻ ഇരിക്കണുണ്ടോ വണ്ടിക്കകത്ത്. എല്ലാം റോഡ് മൊത്തം ഇങ്ങനെ ഇവർ വെറുതെ ഒരു കാറും എടുത്ത് അതിനകത്ത് കുട്ടികളെ ഇരുത്തി ഫാമിലി ആയിട്ട് ഇങ്ങനെ കുറേ കൊടികളുമായിട്ട് ഇങ്ങനെ വാഹനം ഇങ്ങനെ റോഡേ തിരക്കുണ്ടാക്കി വളരെ സ്ലോയിൽ ഇങ്ങനെ ഓടിച്ചു പോവുക. അതാണ് ഇവരുടെ പരിപാടി. അല്ലാതെ ഇവിടെ പ്രത്യേകിച്ച് വേറൊന്നുമില്ല. എന്നാൽ അവർ പുറത്തിറങ്ങി ഒരു ഘോഷയാത്ര പോലെ ഇങ്ങനെ പോവുമോ അങ്ങനെ ഒന്നുമില്ല. ഇവിടെ തകർത്ത് ആഘോഷം നടക്കുകയാണ് കേട്ടല്ലോ. ആഘോഷം തന്നെയാണ്. ഇതിപ്പോൾ പാകിസ്ഥാൻ്റെ കൊടി പിടിച്ചിട്ടാണ് ആഘോഷം നടത്തുന്നത്. പാകിസ്ഥാനികളാണ് കേട്ടോ. പാകിസ്ഥാൻ്റെ കൊടിയായിട്ട് ഇന്നത്തെ സൗദി നാഷണൽ ഡേക്ക് ഇറങ്ങിയതാണ്. അവർ 2 പതാക ഒരുമിച്ച് പിടിച്ചിട്ടുണ്ട്. സൗദി പതാകയും അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ പതാകയും. ഒക്കെ മരങ്ങളെല്ലാം പച്ച കളറിലാണ്. നിങ്ങൾക്കെല്ലാം എക്സ്ട്രാ ലൈറ്റ് കൊടുത്തിട്ട് പച്ച കളറിലാണ്. चैनल का नाम क्या है? चैनल का नाम है
ഇവിടെ വിദേശികളുടെ ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ കണ്ടില്ലേ, ഇവിടെ മൊത്തം വിദേശികൾ മാത്രമേ ഉള്ളൂ. എല്ലാ വിദേശ രാജ്യങ്ങളിലുള്ള ആൾക്കാരുണ്ട്, സൗദികളൊന്നുമില്ല. ഇവിടെ ഇത്ര നേരം ഡാൻസ് ആയിരുന്നു, ഇപ്പോൾ ഡാൻസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. ഇതേ കണ്ടല്ലോ, പാട്ടും ബഹളവും ഒക്കെ ആയിട്ടാണ്. സൗദി ആഘോഷത്തിൻ്റെ നിറവിലാണ് കേട്ടോ. ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. ഇന്നാണ് സത്യത്തിൽ നാഷണൽ ഡേ. പക്ഷേ ആഘോഷം തുടങ്ങിയിട്ട് ഇന്ന് 3-4 ദിവസമായി. ഞാൻ പറഞ്ഞിരുന്നല്ലോ, കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ ഇവിടെ അവധിയും ആഘോഷങ്ങളുമാണ്. ഇന്ന് ആഘോഷത്തിൻ്റെ അതിർവരമ്പുകൾ കടന്നുള്ള ആഘോഷമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നോക്കിയേ, എല്ലാവർക്കും ഫ്രീഡം ഉണ്ട് കേട്ടോ ഇപ്പോൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ, ഇതാ ഓക്കെ ബോൾ തീച്ചിയേ. ഇത് പാകിസ്ഥാൻ കുട്ടികളാണ് കേട്ടോ. അവർ ഇവിടുത്തെ ട്രാവൽ ടെക് ടേസ്റ്റ്, യെസ്. കണ്ടില്ലേ, ഇതെല്ലാം ആഘോഷം തന്നെയാണ്. തിരക്ക്, ഭയങ്കര ബഹളം, ഭയങ്കര കാര്യമായിട്ട് നടക്കുകയാണ് കേട്ടോ. അത് കുട്ടികളാണ് വന്നത്, പാകിസ്ഥാൻ കുട്ടികൾ. അവർ ഞങ്ങൾ ബ്ലോഗറാണോ എന്ന് ചോദിച്ചിട്ട് ബ്ലോഗ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അവരെയും കൂടെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ വീഡിയോ എടുത്തു. ആഘോഷം എല്ലാവർക്കും ഉള്ളതാണ്. മരുന്ന് പ്രയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തീർച്ചയായും കാലിയാവും. നാളെ വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും ബഹളമൊക്കെയാണ് കാണുന്നത്. ഇതിലിപ്പോൾ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സൗദികൾ അവിടെ ഉണ്ട് കേട്ടോ. സൗദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വാഹനം വിട്ട് വെളിയിൽ ഇറങ്ങുന്നില്ല, വാഹനത്തിലുള്ള കറക്കാണ്. ഇത് ഈ കാണുന്ന ഭാഗത്ത് കേട്ടോ, ഇവിടെ ഇങ്ങനെ റോഡിൽ ഇപ്പോഴും വാഹനങ്ങൾ ബ്ലോക്കായി കിടക്കുന്നതാണ്. ഇതിപ്പോൾ കുറച്ച് മരങ്ങളും വൃക്ഷങ്ങളൊക്കെ നിൽക്കുന്ന കാരണം അവിടെ കാണാൻ പറ്റില്ല. ആ ഒരു തിരക്കിലാണ്. അവിടെയാണ് റോഡിൽ മൊത്തവും സൗദികളാണ്. അവർ വാഹനങ്ങളിൽ കൊടികളും തോരണങ്ങളും ഒക്കെ ആയിട്ട് ഫാമിലി അടക്കം ഇങ്ങനെ കയറി ഇങ്ങനെ ചുറ്റിക്കറങ്ങാണ്. അതായത് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒടുക്കത്ത് ബ്ലോക്കാണ്. 1 ഇഞ്ച് വീതം അല്ലെങ്കിൽ ഒരു അര അടി വീതമാണ് വാഹനങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. അവർക്ക് അതൊരു ഹോബിയാണ്. അതിൽ ഇവിടുത്തെ ബിൽഡിങ്ങുകളും സ്ഥാപനങ്ങളും എല്ലാം പച്ച കളറിലാണ് കേട്ടോ. ഇവിടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. വളരെ സെറ്റപ്പിലാണ് ആഘോഷം. അതായത് പാകിസ്ഥാൻ, ബംഗ്ലാദേശി സ്വദേശികളാണ് ഇവിടെ ആഘോഷം നടത്തുന്നത് കേട്ടോ. ഈ മൊത്തം ഫൗണ്ടനാണ് ഇവിടെ. ഇതാണ് ഈ കാണുന്ന ഫൗണ്ടൻ. ഓക്കെ, രാത്രിയിൽ എന്തായാലും ഫൗണ്ടന് ഗ്രീൻ കളറില്ലാന്ന് തോന്നുന്നു. ബാക്കി ഇവിടെയുള്ള മരങ്ങളിലെല്ലാം ഗ്രീൻ കളറാണ്. പക്ഷെ ഇവിടെ ഒരൊറ്റ സൗദി പൗരന്മാരില്ല കേട്ടോ. ഇവിടെ ഉള്ള മൊത്തം വിദേശികളാണ്. പക്ഷേ ഒരുവിധം കാലാവസ്ഥ ചൂടുള്ള കാലാവസ്ഥയാണ്, നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട്. എന്നാലും ജനങ്ങൾ ആവശ്യം പോലെ ഉണ്ട് കേട്ടോ. ചിലപ്പോൾ ഒരു 9-10 മണിയാകുമ്പോഴത്തേക്കും ഇവിടുത്തെ ജനങ്ങളെല്ലാം പോയി കഴിയാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ നാളെ വർക്കിംഗ് ഡേ ആണ്, അതുകൊണ്ട് തിരക്ക് കുറയാൻ സാധ്യതയുണ്ട്. എന്തായാലും എല്ലാവരും ഡാൻസ് കളിച്ച് തളർന്ന് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന കരിമരുന്ന് പ്രയോഗം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് കരിമരുന്ന് പ്രയോഗം. നമുക്കൊന്ന് കരിമരുന്ന് പ്രയോഗം കാണാം. പക്ഷേ നമ്മൾ സാധാരണ കരിമരുന്ന് പ്രയോഗം നടക്കുന്ന സ്ഥലത്താണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്. പക്ഷെ ഇന്ന് എന്തോ ഇവിടെ നിന്ന് സ്ഥലം മാറ്റി കേട്ടോ. ഇവിടെയൊക്കെ പണി നടക്കുന്നുണ്ടായിരുന്നു തോന്നുന്നു. സ്ഥലം മാറ്റി കുറച്ചു നേരം കാണാം. ഇതൊരു 2-3-4 മിനിറ്റ് ഉണ്ടാവും, അത്ര തന്നെ ഉണ്ടാവുള്ളൂ. ഒമ്പത് മണിക്കെന്നാണ് പറഞ്ഞിരുന്നത് കേട്ടോ. രാത്രി 9 മണിക്ക് കറക്റ്റ് ഷാർപ്പ് 9 തന്നെ തുടങ്ങി. 1 സെക്കൻഡ് പോലും മുന്നിലോട്ടോ പിന്നിലോട്ടോ വന്നില്ല കേട്ടോ. ജനങ്ങൾ മൊത്തം സൈലൻ്റ് ആയിട്ടുണ്ട്. സകല പേരും മൊബൈൽ ഓൺ ചെയ്ത് അതിൻ്റെ വീഡിയോസ് മാത്രം എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ഈ ജനങ്ങളുടെ കയ്യിൽ കണ്ട് മൊബൈലാണ് ഇങ്ങനെ കത്തിയിരിക്കുന്നത്. സകല പേരും കൈകളിലും അതിലേക്ക് ഫോക്കസ് ചെയ്ത് നിൽക്കുകയാണ് ജനങ്ങൾ മൊത്തം.
വിദേശികളെല്ലാം ഇത് കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. ഇപ്പോൾ ഭയങ്കര പുകയാണ് കേട്ടോ. ഈ പുക കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫയർ വർക്ക്സ് കാണാൻ പറ്റുന്നില്ല. ഇത് നോക്കിയേ, ജനങ്ങൾ മൊത്തം സൈലന്റ് ആയിട്ട് ഇത് കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. നോക്കിയേ, 4 സൈഡിലുള്ള ജനങ്ങൾ ഇതിൽ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരുടെ മൊബൈലും ഓൺ ചെയ്ത് വെച്ചിട്ട് അത് മാത്രം വീഡിയോ റെക്കോർഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഉള്ളത് ഭയങ്കര പുകയാണ്. പുക കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ല. അമിതമായിട്ട് ഫയർ വർക്ക്സ് നടക്കുന്നത്, അതുകൊണ്ടാണ് ഒന്നും കാണാൻ പറ്റാത്തത് കേട്ടോ. കാറ്റില്ല. കാറ്റുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ കാറ്റടിച്ച് ആ പുക മൊത്തം പോകുമായിരുന്നു. ഇവിടെ നല്ലതുപോലെ കാണാമായിരുന്നു. ഏതാണ്ട് 5 മിനിറ്റ് കൂടുതലായി ഇപ്പോൾ. ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഒരു പ്രകാശം മാത്രമേ ഉള്ളൂ. അതായത് പുക പോകുന്നില്ല, കാറ്റില്ല തീരെ. ഫയർ വർക്ക്സ് കഴിഞ്ഞുണ്ടോ, ജനങ്ങൾ മൊത്തം പോവാണ്. ഇവിടെ പുക കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര പുക. ഇത് നമ്മൾ നിന്ന ഭാഗത്തേക്ക് പുക വരികയാണ്. കാറ്റും ഇല്ലായിരുന്നു. അത് ഫയർ വർക്ക്സ് കാണാൻ പറ്റിയില്ല കേട്ടോ. പുക അവിടെ ഇങ്ങനെ കൂടി നിന്ന് ഒരു വല്ലാത്ത ദിവസമായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നത് ഹ്യൂമിഡിറ്റീൻ്റെ ഇതുകൊണ്ടായിരിക്കും കേട്ടോ. അല്ല, ക്ലിയർ വ്യൂ ആയിരുന്നില്ല. ജനങ്ങൾ മൊത്തം എന്തേ പിരിഞ്ഞു പോവാണ് കേട്ടോ. നോക്കിയാൽ എന്തുമാത്രം ജനങ്ങൾ ഇങ്ങനെ വരണമെന്ന് നോക്കിയാൽ ആൾക്കാർ മൊത്തം നടന്ന് ഇതിൻ്റെ അടുത്തേക്ക് വന്നായിരുന്നു. ജനങ്ങൾ മൊത്തം എല്ലാം പോവാം. ഇനിയിപ്പം റോഡിൽ ട്രാഫിക് ജാം ഭയങ്കരമായിട്ട് കൂടും. ഇവിടുത്തെ രാത്രി വ്യൂ ഉണ്ടല്ലോ, ഇതൊരു സൗദീൻ്റെ ഗേറ്റാണ് കേട്ടോ. സൗദി പതാകകൾ കണ്ടോ. രാത്രിയായതാണ് പതാകകളൊന്നും കാണാൻ പറ്റുന്നില്ല. മൊത്തത്തിലായിട്ട് ഞാൻ പറഞ്ഞില്ലേ, വിദേശികൾ ഇത് ഫയർ വർക്ക്സ് കാണാനും മറ്റുമായിട്ട് വന്ന സമയത്ത് സൗദികൾ ഇപ്പം കാണിച്ചു തരാം കേട്ടോ. വെറും വാഹനങ്ങളിൽ കൊടികളുമായിട്ട് അവരിങ്ങനെ ബ്ലോക്കിൽ പെട്ട് കിടക്കുക. വെറുതെ ഒരു കാര്യമില്ല. അവർക്കിതിനകത്ത് വാഹനത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങാനുള്ള ഒരു സമയമില്ല, അത് കണ്ടെത്തുന്നുമില്ല. അവർ വെറുതെ ഒരു ബ്ലോക്കിൽ പെട്ട് നാടും നഗരവും മൊത്തം ബ്ലോക്കാക്കി ഇങ്ങനെ വാഹനത്തിലിരുന്ന് കൊടി പറത്തി കാണിക്കുക. ഇത് നോക്കിയാൽ ഇവിടെ മൊത്തം ഇത് തന്നെയാണ്. ഫുൾ വാഹനം ബ്ലോക്ക്. നോക്കി ഇഞ്ച് പോലും വാഹനം അനങ്ങുന്നില്ല. പമ്പർ ടു പമ്പർ, അതാണ് അവസ്ഥ. എല്ലായിടത്തും പോലീസുണ്ട്, പക്ഷേ ഒരു കാര്യമില്ല, അവരാരും മൈൻഡ് ചെയ്യുന്നതും കൂടിയില്ല. നോക്കി അങ്ങോട്ട് നോക്കിയേ, എല്ലാവരും കൊതി പറത്തി കളിക്കുകയാണ്. പക്ഷേ എങ്കിലും ഫുള്ള് ബ്ലോക്ക്, 2 സൈഡിലും ബ്ലോക്കായിട്ട് കിടക്കുക. എല്ലായിടത്തും പോലീസാണ്. ഫുൾ എന്തിനാണ് ഇവർ ഇങ്ങനെ ഈ റോഡ് ബ്ലോക്ക് ചെയ്യണമെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. കുട്ടികളെയും പെണ്ണുങ്ങളെയും എല്ലാം കാറിൻ്റെ മേളിലും പമ്പറിലും അവിടെയൊക്കെ ഇരുത്തി അവരിങ്ങനെ റോഡ് ബ്ലോക്കാക്കി കളിക്കുക. ഇതിന് രാത്രി 12 മണി വരെയൊക്കെ ഇന്ന് ബ്ലോക്ക് ഉണ്ടാവും. പക്ഷെ നാളെ വർക്കിംഗ് ഡേ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇവരെല്ലാം നേരത്തെ അവസാനിപ്പിച്ച് പോകാനാണ് സാധ്യത. ഇന്നലെ മെനങ്ങാന്നൊന്നും
ഇവിടെയെങ്കിലും വരാതിരിക്കുകയാണെന്നാണത്. അത്രയ്ക്ക് തിരക്കായിരിക്കും. ഇത് നോക്കിയ വാഹനങ്ങളുടെ മേളിലൊക്കെ അവർ കാണിക്കുന്ന ഷോ ഇത് നോക്കിക്കൊള്ളേ, ഞാൻ കാണിച്ചു തരാം. ആൺകുട്ടികളും പെൺകുട്ടികളും പ്രായമായവരും പ്രായമായവത്തവരും എല്ലാവരും നാഷണൽ ഡേ ആഘോഷിക്കുകയാണ്. ഇത് നോക്കിയാൽ റോഡിൽ എത്ര ട്രാക്കുണ്ട്. ഇവിടെ ഏതാണ്ട് 8 ട്രാക്കുണ്ട്. ഓരോ സൈഡിലും 8 ട്രാക്ക് വരുന്നത്. 2 സൈഡിലും കൂടി 16 ട്രാക്കുണ്ട്. അതെല്ലാം ബ്ലോക്കാക്കിയിരിക്കുകയാണ് കേട്ടോ. ഇത് നോക്കിയാൽ വണ്ടിയിൽ എവിടെയൊക്കെയാണ് കയറി നിൽക്കുന്നത് നോക്കൂ. വാ വാ വാ, ഇതുവഴിയോ വണ്ടിയിൽ എവിടെയെല്ലാം കയറി ഇരിക്കണമെന്ന് നോക്കിയാൽ. ഇത് നോക്കിയാൽ കണ്ടാ വിശ്വസിക്കും. ഇതെല്ലാം ഇതൊക്കെയാണ് ഇവരുടെ ആഘോഷം എന്ന് പറയുന്നത്. ഓക്കെ, ആയിട്ട് റോഡിലൊക്കെ ഇറങ്ങി ഇങ്ങനെ ഒരു ബഹളം തന്നെ. പെണ്ണും ആണും ഒക്കെ അല്ല, ഒരു രക്ഷയില്ല കേട്ടോ. വിദേശികൾ കണ്ടോ, അവരെല്ലാവരും ആ ഫയർ വർക്ക്സ് കണ്ടു. അത് കഴിഞ്ഞതിന് ശേഷം ജനങ്ങളെല്ലാം അവരവരുടെ വീടുകളിൽ പോവാണ്. ഇവിടെ സൗദി നാഷണൽസിന്റെ പ്രോഗ്രാം നടക്കുകയാണ്. ഇത് ഇവരുടെ നാഷണൽ മ്യൂസിക്കും നാഷണൽ ഡാൻസും ഒക്കെയാണ്. ഇവരുടെ ട്രഡീഷണലാണ് ഈ കാണുന്നത്. ഇതെല്ലാം സൗദി പൗരന്മാരാണ്. കാറ് കണ്ടോ, ഒരു ലാൻഡ് ക്രൂഷ്യർ ചെയ്തു വെച്ചിരിക്കണത് കണ്ടോ. ഫുള്ള് സൗദിയുടെ ട്രഡീഷൻ വിളിച്ചു ചോദിക്കുന്ന ആ രീതിയിൽ മൊത്തം സ്റ്റിക്കർ ചെയ്ത് വെച്ചിരിക്കണതാ. നോക്കിയേ, ഫുള്ള് കണ്ടോ, ഫ്രണ്ടും ബാക്കും മൊത്തം സ്റ്റിക്കർ ഇട്ടിച്ച് അവർ അതിനെ ഒരു ദേശീയ ദിന ആഘോഷിക്കുന്നതിൻ്റെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. ഇത്രയും വാഹനങ്ങളുടെ ഇടയിൽ ആ വാഹനം ഇങ്ങനെ കിടക്കുന്നത് ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ. നല്ല രസമില്ലേ കാണാൻ, അടിപൊളിയായിരിക്കുന്നു. എന്തായാലും സൗദി നാഷണൽ ഡേയുടെ ആഘോഷങ്ങൾ ഇവിടെ തീരുന്നു. അതോടൊപ്പം ഞാനും ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഷെയറും ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റുകളും ചെയ്യുക. ഇനിയൊരു പുതിയ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും നാളെ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺ.